ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇന്നത്തെ നല്ല ദിവസത്തിനായിട്ട് നമുക്ക് ഏവർക്കും ദൈവത്തിന് നന്ദി കരയറ്റാം. ഈ ഞായറാഴ്ച ദിവസം ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ ആലയത്തിൽ ആയിരിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാം. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ ഓരോ ഭവനങ്ങളിൽ നിന്നും ഓരോ രാജ്യങ്ങളിൽ നിന്നും ഒരു നിശ്ചയം എടുത്ത് വന്നവരാണ്. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്തു, ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ പോകും, ഞാൻ എൻ്റെ കുടുംബത്തോടു കൂടെ ദൈവസന്നിധിയിലായിരിക്കും എന്നൊരു തീരുമാനമെടുത്ത് വന്നിരിക്കുന്ന ഓരോ ദൈവ മക്കളാണ് നിങ്ങൾ. ദൈവം അതിനെ കാണുന്നു, ദൈവം അതിനെ മാനിക്കുന്നു, ദൈവം അതിനായിട്ടുള്ള അനുഗ്രഹം ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും നൽകുക തന്നെ ചെയ്യും. ഈ സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിതാണ്: എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ അറിയുന്നു, എൻ്റെ ഉള്ളിലെ ഓരോ ചിന്തയും, എൻ്റെ പ്രയാസത്തെയും, എൻ്റെ കണ്ണുനീരിനെയും, എൻ്റെ ഭയത്തെയും എല്ലാം ദൈവം അറിയുന്നു. ആ ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. ഐ വിൽ നെവർ ലീവ് യു നോർ forsake you, says the Lord. I will be with you even to the very end. ഒരു കാലത്തും ഒരു നേരത്തും ദൈവം നിന്നെ കൈവിടുകയില്ല. ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നിനക്കായിട്ടുള്ള ആ നല്ല കാര്യം ചെയ്തു തരിക തന്നെ ചെയ്യും. ഇന്ന് ഈ ചർച്ച് സർവീസിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കളെയും ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില ദിവസങ്ങൾ അവിടെ നിന്ന് ദൂരെ ആയിരിക്കുന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും പേരൻസിനോട് കൂടെ ആയിരിക്കുന്നു. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയും ഇവിടെ ചെയ്യുമ്പോഴും അവിടെയുള്ളവരെ എല്ലാവരെയും മിസ് ചെയ്യുന്നു. എത്രയും എളുപ്പം തിരികെ വരുവാൻ ദൈവം തന്നിരിക്കുന്ന ആ ദിവസം തന്നെ തിരികെ വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. നമ്മൾ ഈ ലോകത്തിൽ പ്രസൻസ് എന്ന് പറയുമ്പോൾ, PRESENCE, പ്രസൻസ്, സാന്നിധ്യം എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചിന്ത എന്താണ്? അതെപ്പോഴും ഒരു വ്യക്തിയെ പറ്റിയാണ് ചിന്തിക്കുന്നത്, അല്ലേ? വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്, ഒരു വ്യക്തിയുടെ സാന്നിധ്യം. ആ സാന്നിധ്യം എന്ന് പറയുന്നതിന് പല പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഒരടുപ്പം, നിയർനെസ്. പ്രസൻസ് ഹാസ് മെനി തിങ്സ് ഇൻ ഇറ്റ്. വൺ ഈസ് നിയർനെസ്. ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ, അതിപ്പോ ഒരു ഭാര്യയാകാം, ഭർത്താവാകാം, പിതാവാകാം, മാതാവാകാം, കുഞ്ഞാകാം, ആ വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ് എന്ന് പറയുമ്പോൾ അത് ഒന്നാമത് അത് പറയുന്നത് എന്താണ്? നിയർനെസ്, അടുപ്പം. രണ്ടാമതായിട്ട് റിലേഷൻഷിപ്പ്, അതായത് ഒരു ബന്ധം. മൂന്നാമതായിട്ട് പ്രസൻസ് മീൻസ് കമ്മ്യൂണിയൻ, ഫെലോഷിപ്പ് ആൻഡ് ഷെയറിംഗ്. സോ പ്രസൻസ് മീൻസ് നിയർനെസ്, റിലേഷൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിയൻ. ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അതില് അടുപ്പമുണ്ട്, ബന്ധമുണ്ട്, അതുപോലെ കൂട്ടായ്മയുമുണ്ട്. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യുക. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, അതെല്ലാം ഷെയർ ചെയ്യുകയാണ്. അതൊക്കെ ഉള്ളപ്പോഴാണ് യഥാർത്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തെ നാം അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഞാനും എൻ്റെ ഭാര്യയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു നിയർനെസ്, ആ ഒരു ഷെയറിങ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ളത്, ദാറ്റ് ഈസ് വാട്ട് പ്രസൻസ് മീൻസ്, അല്ലേ? അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥമായിട്ട് പ്രസന്റ് ആണെന്ന് പറയാൻ പറ്റുന്നത്. പ്രസന്റ് വിത്ത് മീ, എന്നോട് കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. നമ്മൾ ഈ ലോകത്തിൽ നോക്കുമ്പോൾ ഒരു കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾ കൊച്ചതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൂരെ ആയിരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ അല്ലെ ഫാമിലിയുടെ അടുത്ത് ആയിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അവരുടെ സാന്നിധ്യത്തിനായിട്ട്. അതുപോലെ പേരൻസ്
മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായിട്ട് ഒരു സാന്നിധ്യം ഉള്ളിടത്താണ് സ്നേഹം വളരുന്നത്, അല്ലേ? ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമുക്കൊരു ബന്ധമുണ്ട്, കൂട്ടായ്മയുണ്ട്, സ്നേഹമുണ്ട്. അവിടെ ആ സ്നേഹത്തിന്റെ ആ ഒരു ഉറപ്പിൽ നമ്മൾക്ക് കോൺഫിഡൻസ് അതൊക്കെയും ലഭിക്കുന്നു. അവിടെ ആണ് നമുക്ക് യഥാർത്ഥമായിട്ട് ആ ഒരു ഒരുമയും ആ ഒരു ബന്ധവും ഒക്കെയും ഉള്ളത്. അത് നമ്മൾ ലോകത്തിൽ കാണുന്നതാണ്. ലോകത്തിൽ കാണുന്നത് അങ്ങനെയെങ്കിൽ ആത്മീയമായിട്ടുള്ളത് അതിനേക്കാളും വലുതാണ്, അതിനേക്കാളും ശക്തിയുള്ളതാണ്. ആത്മീയമായിട്ടുള്ളത് എപ്പോഴും ഈ ലോകപരമായിട്ടുള്ളതിനേക്കാളും വലുതാണ്, ഉയർന്നതാണ്. The supernatural is always greater than the natural. That is why it is called supernatural, അല്ലേ? നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ കാണുന്ന സാധാരണമായിട്ടുള്ളത്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ളതാണ്. ഇറ്റ് ഇസ് സുപ്പീരിയർ. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് അത് അസാധാരണമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. എന്നാൽ ഇറ്റ് ഈസ് ആസ് റിയൽ ആസ് വാട്ട് ദ നാച്ചുറൽ ഈസ്. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന വ്യക്തിയുടെ സാന്നിധ്യം നമുക്കത് എത്രത്തോളം അത് യാഥാർത്ഥ്യമാണോ അതുപോലെ തന്നെയാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും ഈ ലോകത്തിലുള്ളതിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇൻ ഫ്ലഷ് വി ആർ ഏബിൾ ടു സീ എ പേഴ്സൺ ഇൻ ഫ്രണ്ട് ഓഫ് us, അല്ലേ? എന്നാൽ അതുപോലെ തന്നെയാണ് ആത്മീയമായിട്ടുള്ളതും. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നതും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന, അതായത് ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡിൽ കാണാൻ കഴിയുന്ന, ഈ ജഡത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ പോലെ തന്നെ ദൈവ സാന്നിധ്യവും is as real as the natural. Hallelujah. The presence of God is real in every one of our lives. ഇന്ന് ഞാൻ അല്പനേരം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ്, ഇറ്റ് ഈസ് അബൌട്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തെ പറ്റിയാണ് അല്പനേരം നാം ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. കാരണം ഇന്ന് വളരെ നമ്മളുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സത്യമാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെ പറ്റി. കാരണം എന്താണെന്ന് അറിയാമോ? പലപ്പോഴും നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളപ്പോൾ കുഞ്ഞുങ്ങൾ പേരൻസിന്റെ അടുക്കൽ വരും. എന്നാൽ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഒരു ഓട്ടമാണ്. പിന്നെ അടുത്ത എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ ഓടി വരത്തുള്ളൂ, അല്ലയോ? So the children come into the parents' presence only when they need something. ഞാൻ അങ്ങ് ഒരു ജനറലായിട്ട് അങ്ങ് പറയുക, എല്ലാവരും കുഞ്ഞുങ്ങളെ കുറ്റം പറയല്ല കേട്ടോ. ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇത് ഞാൻ പറയുകയാണ്. ഇന്ന് നമ്മൾ വിശ്വാസികൾ പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരുന്നത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ദൈവമേ അത് ചെയ്യണേ, ദൈവമേ ഇത് ചെയ്യണേ, ദൈവമേ കുഞ്ഞിന്റെ ആ കാര്യം, ജോലിയുടെ ഈ കാര്യം. എന്നാൽ അതിൻ്റെ ഒക്കെ അപ്പുറത്തായിട്ട് ദൈവം നമ്മളോട് കൂടെ എപ്പോഴും തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി നാമും ആ സാന്നിധ്യത്തിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് കൂടെ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നാം കാണുന്നു ആ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവം തന്റെ ശ്വാസം മനുഷ്യനിലേക്ക് ഊതി. അപ്പോൾ മനുഷ്യൻ ജീവൻ പ്രാപിച്ചു. മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. ദൈവം തന്റെ ശ്വാസം മനുഷ്യനിലേക്ക് ഊതി. അപ്പോൾ മനുഷ്യൻ ജീവൻ പ്രാപിച്ചു. The very breath of God gave him life. അങ്ങനെ ഉണ്ടാക്കിയ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ലഭിക്കാവുമായിരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്തായിരുന്നു അറിയാമോ? It was the presence of God itself. Hallelujah. ആദ്യം മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം ദൈവ സാന്നിധ്യം തന്നെയായിരുന്നു. ദൈവം എല്ലാം സൃഷ്ടിച്ചു, അവന് അതിനെല്ലാം ആധിപത്യം കൊടുത്തു. അവനെ മനുഷ്യനായിട്ട്, ആദമിനായിട്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു. അതൊക്കെയും അവൻ ആസ്വദിക്കുവാനും അതിൻ്റെ മേൽ വാഴുവാനും എല്ലാം അധികാരം കൊടുത്തു. എന്നാൽ ആദമിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്തായിരുന്നു അറിയാമോ? ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളതായിരുന്നു. എപ്പോഴും
ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ച് ആദം ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവ സാന്നിധ്യം അറിഞ്ഞ് ദൈവത്തോടു കൂടെ എപ്പോഴും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നും അതുപോലെ തന്നെ സംഭവിക്കും. ആദമിന്റെ ജീവിതത്തിൽ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് ഗേവ് ഹിം വിസ്ഡം, ഹെൽത്ത് ആൻഡ് ഡൊമീനിയൻ. Even today, a person who is walking always in the presence of God will walk in the wisdom of God, the dominion of God in his life. ആദമിന് ദൈവ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട്, എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ അവൻ ജീവിച്ചതുകൊണ്ട് ആദമിന് ദൈവത്തിൽ നിന്ന് ഒരു വിവേകം ലഭിച്ചു. എങ്ങനെയാണ് ഞാൻ പറയുന്നത്? ദൈവം കൊണ്ടുവന്ന എല്ലാ ജന്തുക്കൾക്കും ആദമാണ് പേരിട്ടത്. Where did he get that wisdom from? It came from being in God's presence. ഇന്നും ദൈവമക്കളെ, ദൈവ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവേകമുണ്ട്, ഒരു ജ്ഞാനമുണ്ട്. അത് അവരെ എപ്പോഴും ഈ ലോകത്തിൽ സാധാരണ തീരുമാനങ്ങൾ എടുക്കുന്നവരെക്കാളും ദൈവ വിവേകത്തോടെ, ദൈവജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കും. അവർ ആ തീരുമാനം എടുക്കുന്നത് ആ എടുക്കുന്ന ഏരിയയിൽ എപ്പോഴും അത് അനുഗ്രഹത്തിനിടയായി തീരുകയും ചെയ്യും. ആദമിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ദൈവത്തോടുകൂടെ ദൈവസന്നിധിയിലായിരുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് അവനൊരു വിസ്ഡം ലഭിച്ചു. ദൈവത്തിൽ നിന്നൊരു ജ്ഞാനം, വിവേകം അവന് ലഭിച്ചു. അതുപോലെ ദൈവത്തിൽ നിന്ന് അവനൊരു കഴിവ് ലഭിച്ചു. എന്തിനാണ്? എല്ലാത്തിന്റെ മേലും വാഴുവാനായിട്ടുള്ള കഴിവ്. ഞാൻ പറയട്ടെ, ഇന്നും അത് സത്യം തന്നെയാണ്. ദൈവസന്നിധിയിൽ എപ്പോഴും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അവൻ ജീവിതത്തിൽ വാഴും. A person who desires to be continually in the presence of God will reign in life. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് നാം ആഗ്രഹിക്കേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് ജീവിതത്തിൽ ദൈവ സാന്നിധ്യമാണ്. It is nothing else. It is not the position, it is not the ministry, it is not the anointing, it is not the signs, wonders. അതെല്ലാം ദൈവം തരും. It all comes with what? With the very presence of God. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ പഠിത്തത്തിൽ വിജയം, ജോലി ചെയ്യുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജോലിയിലെ വിജയം, ബിസിനസ്സുകളെ അനുഗ്രഹം എല്ലാം പ്രാപിക്കാനുള്ള ഏറ്റവും ആദ്യമേ നിങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും എല്ലാറ്റിലും ഉപരിയായിട്ട് ഇന്നു മുതൽ ആഗ്രഹിക്കേണ്ടത് ദൈവ സാന്നിധ്യത്തിനായിട്ടാണ്. It is not your eloquence. It is not being great in any way in front of others. But it is the very presence of God that will make you reign in life. ആദമിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ദൈവ സാന്നിധ്യം അവനോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ, ആ ദൈവ സാന്നിധ്യത്തിൽ ഓരോ നിമിഷവും ആയിരുന്നപ്പോൾ ആദം വാഴുക തന്നെ ചെയ്യുകയായിരുന്നു. വചനം പറയുന്നു, സങ്കീർത്തനം 16:11 വാക്യം, സങ്കീർത്തനം 16:11 വാക്യത്തിൽ പറയുന്നു, നിന്റെ സന്നിധിയിൽ, അതായത് ദൈവ സാന്നിധ്യത്തിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹല്ലേലൂയ. In your presence is fullness of joy. At your right hand are pleasures forevermore. ദൈവ സന്നിധിയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി, എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് സന്തോഷത്തിന്റെ പൂർണ്ണതയുടെ അനുഭവം ഉണ്ടാകും. എല്ലാ കാലത്തും അവന് സന്തോഷം പൂർണ്ണമായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ആ ദൈവത്തിന്റെ വലത് ഭാഗത്ത് എന്താണ് ഇവിടെ പറയുന്നത്? നിന്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുന്ന ഒരു വ്യക്തി എന്ത് സംഭവിക്കുമെന്നാണ് അറിയാമോ? The pleasure of God's company becomes yours. ഇന്ന് നമ്മളോട് ചോദിച്ചാൽ what do you do for pleasure? ഇന്ന് പ്ലഷറിന് വേണ്ടി പലരും പലതും ചെയ്യും, അല്ലേ? ചിലരൊക്കെ വെളിയിൽ പോയി എന്തെങ്കിലുമൊക്കെ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. We do many things for pleasure. But do you know God's company can become your pleasure? The pleasure of God's company, it can become your reward when you long for His presence in your life. ദൈവ സാന്നിധ്യത്തിനായിട്ട് എപ്പോഴും ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു കൂട്ട്, ദൈവത്തിന്റെ ആ ഒരു എപ്പോഴും ആ ഒരു സാമീപ്യം
നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീരും. എല്ലാ നേരത്തും ദൈവത്തിനോട് കൂടെ ഉണ്ട്. ദൈവത്തിന്റെ ആ സാമീപ്യം നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെയാണ് ആദം ജീവിച്ചത്. അവിടെ സന്തോഷത്തിന്റെ ഒരു പരിപൂർണതയുണ്ട്. അങ്ങനെ പറയുമ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ, പാപപരമായ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ, അനാവശ്യമായിട്ടുള്ള വർത്തമാനം, അനാവശ്യമായിട്ടുള്ള ചിന്ത, അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ന്യായം വിധിക്കുക, പരദൂഷണം പറച്ചിൽ, കുറ്റം പറച്ചിൽ, തെറ്റായത് ചെയ്യുക, ഇതൊക്കെയും ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത്? ആദമിന് സംഭവിച്ചതുപോലെ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ആദമിന്റെ ജീവിതത്തിൽ അനുസരണക്കേട് കാരണം എന്ത് സംഭവിച്ചു? അവന്റെ ജീവിതത്തിലേക്ക് പാപം വന്നു. പാപം വന്നപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവനിൽ നിന്ന് എടുക്കപ്പെട്ടു. യെശയ്യാവ് 59:2 വാക്യം പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ഐസയ 59:2 അവിടെ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പാപം നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെയും ദൈവത്തിന്റെയും ഇടയ്ക്ക് ഒരു ഭിന്നിപ്പ് വരികയാണ്. ദൈവത്തിന്റെ മുഖം നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ ആവുന്ന ദാവീദിന്റെ അവന്റെ ഉള്ളിൽ നിന്നൊരു കരച്ചിലാണ്. സങ്കീർത്തനം 51:11-12 വാക്യങ്ങൾ. പാപത്തിൽ പെട്ടുപോയി ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട ദാവീദിന്റെ കരച്ചിലാണ്. സങ്കീർത്തനം 51:11-12 നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്ന് ദാവീദ് ദൈവത്തിനോട് അപേക്ഷിക്കുകയാണ്. ദാവീദ് എന്താണ് പറയുന്നത്? എന്റെ ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്റെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, ഈ പാപം എന്നോട് ക്ഷമിക്കണമേ ദൈവമേ, കാരണം അങ്ങ് ഈ പാപം എന്നോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ നിന്റെ സന്നിധിയിൽ എനിക്ക് ആയിരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദാവീദ് കരഞ്ഞപേക്ഷിക്കുകയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ഇന്നും പാപം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പലരും ചോദിക്കേണ്ടത് ആവശ്യമാണ്, നമ്മൾ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ? ശരിക്കും നമ്മൾ ദൈവ സാന്നിധ്യത്തെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ it will be so precious to you that you will not do anything to lose that presence of God. ഒരു വാക്കാലോ പ്രവർത്തിയാലോ ഒന്നും നമ്മൾ ചെയ്യുകയില്ല ആ സാന്നിധ്യം നഷ്ടപ്പെടുവാനായിട്ട്. Because it is so important, so precious to you. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. ദാവീദ് കരയുകയാണ്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. Restore unto me the joy of your salvation. Do you know there is a joy that every born again child of God can have? It is a gift of your salvation. നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. എന്താണ്? രക്ഷയുടെ സന്തോഷം. The joy of my salvation. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? അത് നിനക്ക് വീണ്ടും ജനിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ആ ഒരു അറിവ് നിനക്ക് ഇന്ന് ബലം നൽകട്ടെ. നിനക്ക് സന്തോഷിക്കുവാൻ ദൈവത്തിൽ നിന്ന് ഇന്ന് കഴിയും. നീ യഥാർത്ഥമായിട്ട് വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് രക്ഷയുടെ സന്തോഷം ദൈവം നൽകിയിരിക്കുകയാണ്. ദാവീദിന്റെ പാപം വന്നപ്പോൾ പറയുവാണ്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, ഞാൻ പാപം ചെയ്തു പോയി, ആ രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടമായി ദൈവമേ, എനിക്ക് അത് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ, എന്റെ ഹൃദയത്തിൽ ദൈവമേ ഒരു പ്രവൃത്തി അവിടുന്ന് ചെയ്യണമേ. അങ്ങനെ യഥാർത്ഥമായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്ന ഓരോ വ്യക്തിക്കുമായിട്ടാണ് യേശു ക്രിസ്തു തന്നെ താൻ ക്രൂശിന്മേൽ അർപ്പിച്ചത്. ആദമിന്റെ പാപത്തിൽ കൂടി നഷ്ടപ്പെട്ടു പോയ ആ
ദൈവത്തോടുള്ള അടുപ്പത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരുവാനായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിന്മേൽ തന്റെ ശരീരം തകർക്കപ്പെടുവാനായിട്ട് അനുവദിച്ചു. തന്റെ രക്തം അവിടെ ചൊരിഞ്ഞു നമ്മൾക്കായിട്ട്. എബ്രായർ 10:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹീബ്രൂസ് 10:19-22, അവിടെ മനസ്സിലാക്കുവാൻ കഴിയും നമ്മളെ ദൈവ സാന്നിധ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് യേശു എന്താണ് ചെയ്തതെന്ന്. ഹീബ്രൂസ് 10:19-22 അതിങ്ങനെ പറയുന്നു: അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ രക്തം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് എന്നാണ് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി സംഭവിച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ധൈര്യം ലഭിച്ചിരിക്കുവാണ്. എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി, യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ കൂടി നമുക്കൊരു പുതുവഴി യേശു തുറന്നു തന്നിരിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഇന്ന് വരുവാനായിട്ട് എന്താണുള്ളത്? യേശുവിന്റെ രക്തം, യേശുവിന്റെ ശരീരം, ദൈവസന്നിധിയിൽ നമുക്കൊരു മഹാപുരോഹിതൻ. We have the blood of Jesus, the body of Christ that is broken for us, and we have a high priest over the throne of God. ദൈവസന്നിധിയിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരുവാനായിട്ട് യേശുവിന്റെ രക്തം, യേശുവിന്റെ ശരീരം, യേശു നമുക്ക് മഹാപുരോഹിതനുമായിട്ടുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ധൈര്യത്തോടെ, 22-ാം വാക്യം പറയുന്നു, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ദൈവസന്നിധിയിലേക്ക് ഇന്ന് അടുത്തു വരുവാനാണ് പറയുന്നത് യേശു ക്രിസ്തുവിൽ കൂടി. നമ്മുടെ ഹൃദയം യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായി, ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമ്മളെ ശരീരം കഴുകപ്പെട്ടവരായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരികെ വരാം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഓരോ വ്യക്തിയെ യേശു തന്റെ രക്തത്തിൽ കൂടി, തന്റെ ശരീരത്തിൽ കൂടി, വചനത്തിൽ കൂടി ഇന്ന് ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? വചനം പറയുന്നു, യാക്കോബ് 4:8 വാക്യം, ജെയിംസ് ചാപ്റ്റർ 4:8, വചനം പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തോട് അടുത്ത് വരാം. ഇന്ന് നമുക്ക് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവ സാന്നിധ്യത്തിനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിലേക്ക് നമുക്കിന്ന് അടുത്തു വരാം. സങ്കീർത്തനം 42:1-2 വാക്യങ്ങൾ പറയുന്നു. Psalm 42:1-2 എങ്ങനെയാണ് അടുത്തു വരേണ്ടത് ദൈവത്തോട്? അവിടെ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആദ്യമേ there should be a panting, ഒരു കാംക്ഷിക്കൽ ഉണ്ടാകണം. ഒന്ന് ഓർത്തു, ഈ ഒരു വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിൽ ഒരു മാൻ ഒരു നീർത്തോടിനായിട്ട് ദാഹിക്കുന്നത് പോലെ, ദൈവമേ എൻ്റെ ഉള്ളം കാംക്ഷിക്കുന്നത് പോലെ, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇവിടെ പറയുകയാണ് സങ്കീർത്തനക്കാരൻ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്ന ദൈവമേ. അങ്ങനെ ഒരു കാംക്ഷിക്കൽ ഉണ്ടാകണം നമ്മളുടെ ജീവിതത്തിൽ. രണ്ടാമതായിട്ട് പറയുന്നു, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. There should be a panting and there should be a thirsting for the presence of God in your life. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായിട്ട് ഒരു കാംക്ഷിക്കൽ ഉണ്ടാകണം, അതുപോലെ ഒരു ദാഹം ഉണ്ടാകണം. അങ്ങനെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം പറയുന്നു, യെശയ്യാവ് 55:6 വാക്യത്തിൽ, ഐസയ 55:6, ദൈവം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, എന്താണ് പറയുന്നത്? അവിടെ പറയുന്നു, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളമായിട്ട് ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിലേക്ക് തിരിയുന്ന ഓരോ വ്യക്തിയോടും ദൈവം കരുണ കാണിക്കും, ദൈവം ക്ഷമിക്കും. ഇന്ന് നമുക്ക് ദൈവ സാന്നിധ്യത്തിനായിട്ട് കാംക്ഷിക്കാം, ദാഹിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ പറയുന്നു,
മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 7 and 8. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. പലപ്പോഴും ഈ വാക്യം നമ്മളുടെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നാം ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്ന് ദൈവ സാന്നിധ്യം നമ്മളുടെ ആവശ്യമായിട്ട് വെച്ചുകൊണ്ട് ഇതൊന്നുകൂടെ വായിച്ചാട്ടെ. If you really ask God, Lord, I need your presence in my life. The Bible says, ask and it will be given to you. Moses asked for God's presence and God gave it to him. നിങ്ങൾ ഇന്ന് ദൈവ സാന്നിധ്യത്തിനായിട്ട് ചോദിക്കുന്നുവെങ്കിൽ ദൈവം തന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തരും. അടുത്തതായിട്ട് പറയുന്നു, knock and the door will be opened. Seek and you will find. അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടെത്തും. ദൈവ സാന്നിധ്യത്തിനായിട്ട് അന്വേഷിക്കുന്നുവെങ്കിൽ, അതായത് ജീവിതത്തിലെ മറ്റെല്ലാ സുഖങ്ങളും മാറ്റിവെച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിച്ച് അതിനായിട്ട് ഓരോ നിമിഷവും നിങ്ങളുടെ എല്ലാ പ്രയത്നവും നിങ്ങൾ ഇടുന്നുവെങ്കിൽ, ദൈവം പറയുന്നു യെരമ്യാവ് 29:13 വാക്യം, നീ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുകയും ചെയ്യും. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് മത്തായി 7:7-8 പറയുന്നു, knock and the door will be open to you. മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. Ask, seek and knock. Don't just stop at asking. Seek. Don't just stop at seeking. Knock. ദൈവ സാന്നിധ്യത്തിനായിട്ട് യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു പോയിന്റിലെത്തും. എന്താണെന്നറിയാമോ? ഒന്ന് കൊട്ടിയാൽ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് മുഴുവനായിട്ട് തുറക്കപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കും. ആനോക്കിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ആനോക്ക് അങ്ങനെ ദൈവത്തോടു കൂടെ നടന്നു. He crossed from asking to seeking, from seeking to knocking. And one day heaven's door was opened to him. ആനോക്ക് സ്വർഗത്തിലേക്ക് അങ്ങ് നടന്നു കയറി. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിൽ ദൈവമക്കളെ, ഈ ലോകത്തിലെ നമ്മുടെ സമയം കഴിയുമ്പോൾ, in that moment you should just enter into God's presence in heaven. അങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ. The reward Enoch got for his walk of faith with God was the very presence of God itself. It was so real that in that one moment he was translated from the natural into the supernatural. He was translated from earth into heaven. ആനോക്കിന്റെ ജീവിതത്തിൽ ദൈവത്തോടു കൂടെ നടന്ന് അത് അത്രയ്ക്ക് യാഥാർത്ഥ്യമായി ആനോക്കിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നിന്ന് ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് അവൻ അങ്ങ് എടുക്കപ്പെടുകയാണ് ചെയ്തത്. ഉൽപ്പത്തി 5:24 വാക്യം പറയുന്നു, ആനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി. എബ്രായർ 11:5 വാക്യം പറയുന്നു, വിശ്വാസത്താൽ ആനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്ന വ്യക്തി, ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുന്ന വ്യക്തി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. A person who continuously desires for the presence of God, a person who continuously walks in the presence of God will be a person who always pleases God. Hallelujah. അതുപോലെ മോശയെ നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 33:14-15 വാക്യത്തിൽ നാം കാണുന്നു, മോശ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ വരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ അയക്കരുതേ. ദൈവം എന്താണ് മോശയോട് പറയുന്നത്? എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ വരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുകയും ചെയ്യുമെന്ന് പറയുന്നു. Moses asked for God's presence to be with him always. God said, my presence will go with you and I will give you rest. ദൈവ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന്റെ സ്വസ്ഥതയും കാണും. ഇന്ന് പലരും അസ്വസ്ഥരാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമില്ല. നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതയുടെ കാരണം എന്താണ്? ഈ ലോകത്തിന്റെ ആവശ്യം നടക്കാത്തതൊന്നും അല്ല. യഥാർത്ഥമായിട്ട് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്ന് ദൈവ പൈതലെ,
നിനക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് തിരികെ വരുവാൻ ഇന്ന് ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു ആഹ്വാനം നൽകുകയാണ്. ദൈവ സാന്നിധ്യത്തെ എല്ലാത്തിനും ഉപരിയായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് വാഞ്ചിക്കാം, അതിനായിട്ട് കാംക്ഷിക്കാം. അപ്പോൾ ദൈവം പറയുന്നത്, ഞാൻ നിനക്ക്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിലേക്ക് വരുവാനായിട്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യമാണ് ദൈവവചനം. ദൈവവചനം വായിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും വചനം ആ വ്യക്തിയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. സങ്കീർത്തനം 43 3 വാക്യം, Psalm 43 verse 3, വചനം പറയുന്നു, നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ, നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഇവിടെ രണ്ട് കാര്യം പറയുന്നത്, എനിക്ക് അയച്ചു തരണമേ. എന്താണ്? ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, നിന്റെ പ്രകാശവും നിന്റെ സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ, നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. പ്രകാശവും സത്യവും എന്താണ്? ദൈവവചനമാണ്. സങ്കീർത്തനം 119 105 വാക്യം പറയുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. പ്രകാശം എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. രണ്ടാമതായിട്ട് പറയുന്നത് സത്യം. സത്യം എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. യോഹന്നാൻ 8:31 32 വാക്യങ്ങൾ യേശു പറയുന്നു, എന്താണ് പറഞ്ഞത്? എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്റെ വചനത്തിൽ നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സത്യം അറിയും. അപ്പോൾ വചനം എന്താണ്? സത്യമാണ്. അപ്പോൾ ദൈവവചനം എന്താണ്? പ്രകാശമാണ്, സത്യമാണ്. ഇത് രണ്ടും നമ്മളെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്? ദൈവത്തിന്റെ തിരുനിവാസത്തിൽ, വിശുദ്ധ പർവ്വതത്തിൽ, അതായത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ. കൂടുതൽ കൂടുതൽ വചനം വായിക്കുന്ന ഒരു വ്യക്തി, വചനത്തോടൊരു സ്നേഹമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ദൈവം തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കും. കൂടുതൽ ദൈവത്തിനെ പറ്റി അറിയും തോറും ദൈവത്തിനോടുള്ള ഒരു സ്നേഹം അവനിൽ വർദ്ധിക്കും. അവൻ കൂടുതൽ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കും. അവൻ കൂടുതൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കും. അങ്ങനെ ദൈവം അവനെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും അവനെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും? സങ്കീർത്തനം 84 അധ്യായം. ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന എന്ത് സംഭവിക്കും? 1 മുതൽ വായിക്കാം നമുക്ക്. സങ്കീർത്തനം 84 1 2 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! ദൈവത്തിന്റെ സാന്നിധ്യത്തിനായിട്ട് കാംക്ഷിക്കുന്ന, ദാഹിക്കുന്ന വ്യക്തി പറയുകയാണ്, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. അവിടെ എന്താണ് പറയുന്നത്? ദൈവ സാന്നിധ്യത്തിനായിട്ട് ഞാൻ കാംക്ഷിക്കുന്നു. അതെനിക്ക് എത്രയോ മനോഹരം എന്ന് പറയുകയാണ്. അങ്ങനെ പറയുന്ന വ്യക്തിക്ക് ആദ്യമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? 3 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കും, ദൈവത്തിന്റെ നടത്തിപ്പ് ലഭിക്കും, ദൈവത്തിൽ നിന്ന് അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു വളർച്ചയും ഉണ്ടാകും. 3 വാക്യം എന്താണ് പറയുന്നത്? കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഇവിടെ പറയുന്നത് എന്താണ്? കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഒരു കുടുംബം ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു കിളിയെ പറ്റി പറയുമ്പോൾ, അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കുടുംബം, നമ്മളും ഭർത്താവും ഭാര്യയും കുഞ്ഞുങ്ങളും ഏറ്റവും സുരക്ഷത അനുഭവിക്കുന്നത് എവിടെയായിരിക്കും എന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിലാണ്, ദൈവ സാന്നിധ്യത്തിലാണ്. അവിടെ പറയുന്നു, അത് വീട് കെട്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നു, എന്താണ് പറയുന്നത്? ഒരു കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ നടത്തിപ്പ്, ഗോഡ്സ് പ്രൊവിഷൻ. ഹല്ലേലൂയ. അവിടെ ആ കുഞ്ഞുങ്ങൾ വളരുകയാണ്. There will be growth. So in God's presence, there will be protection, there will be provision, there will be growth in your life. 4 വാക്യം പറയുന്നു, what will happen? God will bring forth praises and testimony from you. Blessed are those who dwell in your house, they are ever praising you. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ.
അടുത്തതായിട്ട് പറയുന്നു, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്ക് പെരുവഴികളുണ്ട്. 7-ാം വാക്യം പറയുന്നു, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൽ നിന്നൊരു ബലം ലഭിക്കും. ആ ബലം മേൽക്കുമേൽ വളർന്നുകൊണ്ടേയിരിക്കും. Those who are always in the presence of God will receive a strength from God, and they will grow from strength to strength. Hallelujah. ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നതിന്റെ അനുഗ്രഹമാണ് നാം മനസ്സിലാക്കുന്നത്. Hallelujah. God's protection, God's provision, growth, strength, growing from strength to strength. അതായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവം. ഈ വചനങ്ങളൊക്കെയും കേൾക്കുമ്പോൾ ദൈവമക്കളെ, നിങ്ങളിൽ ഒന്നും ഒരു വാഞ്ച ഉയരട്ടെ, ഒരു പ്രാർത്ഥന ഉയരട്ടെ, ഒരാഗ്രഹം ഉയരട്ടെ. ദൈവമേ, എല്ലാറ്റിലും ഉപരിയായിട്ട് ഞാൻ ഇതുവരെ ഓടിയത് അനുഗ്രഹങ്ങളുടെ പുറകെയാണ്, എന്നാൽ ഇന്നു മുതൽ ദൈവമേ, ഞാൻ എല്ലാറ്റിലും ഉപരിയായിട്ട് ആഗ്രഹിക്കുവാൻ പോകുന്ന അങ്ങയുടെ സാന്നിധ്യം തന്നെയാണ്. കാരണം അങ്ങയുടെ സാന്നിധ്യത്തിൽ എനിക്ക് വളർച്ചയുണ്ട്. സംഖ്യാപുസ്തകം 17-8 വാക്യം വായിക്കുമ്പോൾ, നമ്പേഴ്സ് 17:8, അവിടെ വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ അഹരോന്റെ വടി എടുത്തു വെച്ചു എന്ന് പറയുന്ന ദൈവ സാന്നിധ്യത്തിൽ 8-ാം വാക്യം, പിറ്റന്നാൾ മോശ സാക്ഷ്യ കൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിലുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. എന്താണ്? When Aaron's rod was in the presence of God, what happened? It began to bud, blossom and bear fruit. നാമും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതം, യുവർ ലൈഫ് വിൽ ബിഗാൻ ടു ബഡ്. അവിടെ ബഡിങ് നിൽക്കുകയല്ല, then it will blossom. The more you spend time in the presence of God, you will progress from budding to blossoming and bearing fruit. അഹരോന്റെ വടിക്ക് അതാ സംഭവിച്ചത്. ആദ്യമേ അത് ബഡ് ചെയ്തു. എന്ത് സംഭവിച്ചത്? അവർ ആ രാത്രിയിൽ അത് വടി ദൈവ സാന്നിധ്യത്തിൽ വെച്ചു, ഇൻ ദ ടാബർനക്കിൾ. അവിടെ വെച്ച് അടുത്ത ദിവസം അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? അത് ബഡ് ചെയ്തു, അത് കഴിഞ്ഞ് ബ്ലോസം ചെയ്തു, അത് കഴിഞ്ഞ് അത് ഫലം കായ്ക്കുകയും ചെയ്തു. സോ that is what will happen in your life. There is a progression as you spend time in the presence of God. ഇന്ന് ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ ഒരു വരൾച്ചയുടെ അവസ്ഥയാണെങ്കിൽ നീ യഥാർത്ഥമായിട്ട് ദൈവത്തിലേക്ക് തിരിയുക. ദൈവമേ, എന്റെ ഈ വരൾച്ച അകറ്റണമേ. നിന്റെ വരൾച്ച അകറ്റുവാനുള്ള ആവശ്യം എന്താണെന്ന് അറിയാമോ? ദൈവ സാന്നിധ്യമാണ്. Don't ask for anything else. Today, ask for the presence of God. Ask and it will be given to you. Seek and you shall find. Knock and the door will be opened to you. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് വാതിൽ തുറക്കപ്പെടും എന്നാണ് യേശു പറഞ്ഞത്. എന്ത് സംഭവിച്ചു? അഹരോന്റെ വടി ദൈവസന്നിധിയിലായിരുന്നപ്പോൾ അത് തളിർത്തു. തളിർക്കുക മാത്രമല്ല ചെയ്തത്, അത് പൂത്തു. പൂക്കുക മാത്രമല്ല ചെയ്തത്, അത് ഫലം കായ്ക്കുകയും ചെയ്തു. ഇന്ന് ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിൽ from the young to the old, let this be your prayer. Lord, I need more of your presence in my life. ഓരോ ദിവസവും ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരണം, ഉണ്ടാവേണം. ഇന്ന് നിന്റെ ജീവിതത്തിലെ ആവശ്യങ്ങൾ പലതായിരിക്കാം. നിന്റെ ജീവിതത്തിൽ ഇനിയും നിനക്ക് പലയിടത്തും എത്തേണ്ടതുണ്ടായിരിക്കാം. എല്ലാത്തിൻ്റെയും തുടക്കം ഇതാകട്ടെ, ദൈവ സാന്നിധ്യം ഇതുവരെ അറിഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് നിന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്റെ ജീവിതം തളിർക്കും, പൂക്കും, ഫലം കായ്ക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സങ്കീർത്തനം 46:1 വാക്യം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. God is our refuge and our strength, a very present help in time of need. Hallelujah. He is present in your life. His presence in your life, in your time of need, will make him your refuge and your strength. ഇന്ന് ദൈവ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ദൈവം നിങ്ങളുടെ സങ്കേതവും ബലവുമാകും. നിന്റെ കഷ്ടങ്ങളിൽ ദൈവം നിനക്ക് ഏറ്റവും അടുത്ത തുണയായി തീരുകയും ചെയ്യും. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് വരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പല സ്ഥലങ്ങളിൽ നിന്ന് അവിടുന്ന് ഇടയാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങൾ പല സ്ഥലങ്ങളിലാണെങ്കിലും അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്താണ്, അങ്ങയുടെ പാദപീഠത്തിങ്കൽ. അറ്റ് യുവർ ഫീറ്റ് ലോർഡ്, വി ആർ ടുഗെദർ ആസ് വൺ. വി ആർ യുണൈറ്റഡ് ഫാദർ. ഇന്നത്തെ ഈ സമയത്തിനായിട്ട്, ഉച്ചനേരത്തിനായിട്ട് നന്ദി കരേറ്റുന്നു. ഇന്ന് കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തെ പറ്റി അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുവല്ലോ. കർത്താവെ, വചനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി. ഏറ്റവും ഉപരിയായിട്ട്, എല്ലാറ്റിലും ഉപരിയായിട്ട് ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് ആഗ്രഹിക്കണമെന്നും അതിനായിട്ട് പ്രാർത്ഥിക്കണമെന്നും അതിനായിട്ട് കാംക്ഷിക്കണം, ദാഹിക്കണമെന്നും ഞങ്ങൾ മനസ്സിലാക്കി. ദൈവമേ, പലപ്പോഴും അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ പുറകെ ഞങ്ങൾ ഓടി. ഇന്ന് ദൈവമേ, ഞങ്ങൾ അങ്ങയോട് പറയുന്നു, കർത്താവെ, അനുഗ്രഹമല്ല, അങ്ങയാണ് ഞങ്ങൾക്ക് ആവശ്യം. അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം. ഓരോ ദിവസവും കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം പ്രാപിക്കുവാനും ആ സാന്നിധ്യത്തിൽ ഓരോ നിമിഷവും നടക്കുവാനും ഉള്ള കൃപയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ മറവിലേക്ക് കൊണ്ടുവരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള പാപങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പാപം ഒരിക്കലും ഇനിയും തടസ്സമായി നിൽക്കരുതേ ദൈവമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുവാനായിട്ട് അല്ലെങ്കിൽ തള്ളപ്പെടുവാനായിട്ട് ഇടയാകരുതേ ദൈവമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഈ പാപം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് ഇടയാക്കരുതേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള പാപങ്ങളെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകി കർത്താവെ വെടിപ്പാക്കണമേ. ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷ പരിപൂർണതയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് സംരക്ഷണമുണ്ട്, ഞങ്ങൾക്ക് കരുതലുണ്ട്, നടത്തിപ്പുണ്ട്, വർധനമുണ്ട് കർത്താവെ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെ ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതം തളിർത്ത് പൂത്ത് ഫലപ്രദമാകുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ വ്യക്തികളുടെയും കർത്താവെ കണ്ണുനീരിനെ അവിടുന്ന് കാണുന്നു, അവരുടെ പ്രയാസത്തെ അവിടുന്ന് അറിയുന്നു. കർത്താവെ, ഒരു വശത്ത് ഞങ്ങൾ അങ്ങയുടെ സ്നേഹം കർത്താവെ വളരെ പ്രാപിക്കുമ്പോൾ, മറുവശത്ത് കർത്താവെ അങ്ങ് ഞങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളെ വരുത്തുവാൻ ഉള്ള കൃപയെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയും ഇനിയും ചെയ്യാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപ നൽകണമേ കർത്താവെ, ബലപ്പെടുത്തണമേ. അങ്ങയുടെ സന്നിധിയിൽ ബലം പ്രാപിച്ച്, ബലത്തിന്മേൽ ബലം പ്രാപിച്ച് വളരുവാനായിട്ട് ഓരോ ദൈവമക്കൾക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇന്ന് മുതൽ കർത്താവെ, കുടുംബങ്ങളായിട്ട് സഭയായിട്ട് അങ്ങയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുന്ന ആ ഒരു അനുഗ്രഹത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും അവിടെ നയിക്കുന്നതിനായിട്ട് സ്തോത്രം. അതിനായിട്ട് ഞങ്ങൾ ഏവരെയും സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.